ഹായ് ഗൈസ്, നമ്മുടെ M182-ന്റെ സസ്പെൻഷൻ നമ്മളൊന്ന് പണിതിട്ടുണ്ടായിരുന്നു. മൊത്തം പണിത് പാർട്സ് ഒന്നും മാറിയിട്ടില്ല, പക്ഷെ ഉള്ളത് തന്നെ ഓൾട്ടർ ചെയ്ത് നമ്മളൊന്ന് അത്യാവശ്യം ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം. അപ്പോൾ അതിൻ്റെ ആർട്ടിക്കുലേഷനും കാര്യങ്ങളും സസ്പെൻഷൻ ട്രാവലെല്ലാം നല്ല രീതിക്ക് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, ബാക്കിലെ സിംഗാം ഉൾപ്പെടെ നമ്മൾ പ്ലേറ്റ് സസ്പെൻഷൻ ഒന്ന് ഓൾട്ടർ ചെയ്ത് നമ്മൾ ഇതുണ്ടോ നമ്മൾ സിംഗാം ഒക്കെ ഒന്ന് വേറെ രീതിക്ക് സെറ്റ് ചെയ്ത് സാധനം അന്യായമാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു പക്ക ക്രൗളർ പോലെ തന്നെ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ ഈ ടയർ ഉണ്ടല്ലോ, ഈ ടയർ എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് വരുന്ന ഭയങ്കര ചെറിയ ടയറാണിത്. കണ്ടോ, 60 mm ഇതിന് ഡയമീറ്റർ ഉള്ളൂ. ഈ ടയർ കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഓഫ് റോഡിങ്ങും കാര്യങ്ങളൊക്കെ ഒരു പരിധിക്കുള്ളിൽ നമുക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഒരു കല്ല് വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം വന്നു കഴിഞ്ഞാൽ ഒബ്സ്റ്റക്കിൾസിൽ ഇത് പെട്ടെന്ന് സ്റ്റക്കായി നിൽക്കുന്നത്. കാര്യം ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇതിന് സൈസ് ഇല്ല. അപ്പൊ നമുക്കൊരു പ്രോപ്പർ ഒരു 1/12 ക്രൗളർ ചെയ്യുന്ന പോലെ നമുക്കൊരു ഒരു ട്രെയിലും നമുക്ക് പോകാൻ പറ്റില്ല ഇത് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഇതിന്റെ ടയർ അപ്ഗ്രേഡ് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി പാക്കറ്റ് ഞാൻ പൊട്ടിച്ചു. ഇതുണ്ടോ, ഇത് 73 mm ടയറാണ് ഈ വന്നേക്കുന്നത്. ഇതുണ്ടോ, ഇത് നല്ല സോഫ്റ്റ് ടയറാണ്, നല്ല വ്യത്യാസമുണ്ട്. ഇതുണ്ടോ, ഇത്രയും വ്യത്യാസം വരും ഇതിന്റെ ടയർ തമ്മിൽ. കണ്ടോ, 60 mm 73 mm. അപ്പോൾ ഇതിൽ കുറച്ച് മോഡിഫിക്കേഷൻ നമുക്ക് വരുത്താനുണ്ട്. അതിന്റെ വീലാർച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും. അത് നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല. ചിലപ്പോൾ ഞാൻ ബമ്പറും ഒന്ന് മാറും, ഓഫ് റോഡ് ബമ്പർ ആക്കും. അപ്പം ഈ ടയർ എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം ഞാൻ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇതിന്റെ സ്റ്റോക്ക് ടയർ അഴിക്കുകയാണ്. എൻ്റെ പൂച്ചക്കുട്ടന്മാരാണ് ഇതിൽ കറങ്ങി കിടക്കുന്നത്. എടാ മാറ വണ്ടി പണി കേട്ടാ. കണ്ടോ, ഇതിപ്പം ഈ രണ്ട് ടയറും തമ്മിൽ എടാ മാറടാ ഇവിടെ ഇരിക്കും, ഇത്രയും വ്യത്യാസമുണ്ട് തമ്മിൽ. കണ്ടോ, ഇതിന്റെ അകത്തെടുത്ത് വെക്കാം. ഇത്രയും വ്യത്യാസമുണ്ട്. അപ്പൊ ഇതിടുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ക്ലിയറൻസും വണ്ടിക്ക് അത്യാവശ്യം ഓഫ് റോഡ് കേപ്പബിലിറ്റി നല്ല രീതിക്ക് കൂടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. കണ്ടോ, ഇത്രയും വീതി, ഇത്രയും വ്യത്യാസമുണ്ട് ഇത് തമ്മിൽ, സൈസ് വ്യത്യാസം. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ഇട്ടിട്ട് നോക്കാം. കണ്ടോ, ഫ്രണ്ട് ഇടുമ്പോ തന്നെ ഇങ്ങനെ ഇരിക്കും. കണ്ടോ, ഇത്രയും വ്യത്യാസമുണ്ട് ഇത് തമ്മില്. ഇതിപ്പം അമ്പോ ലുക്ക് മാരകമാണ്. ഞാൻ ഓൾറെഡി ഈ സസ്പെൻഷൻ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് പോലും ഇതിപ്പം തട്ടുന്നുണ്ട് ഇതില് വീലാർച്ചില്. അപ്പൊ എന്തായാലും നമുക്കത് കട്ട് ചെയ്യണം. കണ്ടോ, ഇത്രയും വ്യത്യാസം വരുന്നുണ്ട്. സാധനം പൊള്ളിയാട്ടോ, ഒന്നും പറയാനല്ല, സാധനം ഹെവി. ശരിക്കും ഇങ്ങനെയാണ് ഇത് സ്റ്റോക്ക് വിടേണ്ടത് ഈ വണ്ടി. എന്നാലും ഇതുകൊണ്ട് നമുക്ക് ക്രൗളിംഗ് എന്നുള്ള ഒരു പർപ്പസ് നടക്കുകയുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഈ ചെറിയ ഇത്രയുള്ള ഈ ടയർ വെച്ചിട്ട് നമുക്ക് ഒന്നും ചെയ്യാനല്ല അതില്. കണ്ടോ, ഇത്രയും വ്യത്യാസമുണ്ട്. അപ്പൊ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡ് കൂടി ഒന്ന് നമുക്ക് ഇട്ട് നോക്കാം. ശരിക്കും എൻ്റെ വണ്ടിയുടെ ടയറിന്റെ കട്ടയൊക്കെ നല്ലോണം തേഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഓടിയല്ല, ഇതിനെ ഓഫ് റോഡ് കയറ്റി കണ്ടമാനം ഓഫ് റോഡ് ഓടിയിട്ടുണ്ട് വണ്ടി. എടാ മാറാ, ഞങ്ങളത് വീഡിയോ ചെയ്യട്ടെ.
അപ്പം നമ്മുടെ മിയു മാറിക്കാന്നേ. അപ്പം നമ്മുടെ 4 ടയർ നമ്മൾ വണ്ടിയിൽ ഇട്ടിട്ടുണ്ട്. ഈ 4 ടയറൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കണ കാണുമ്പോൾ തന്നെ ഒരു ഗ്യാരേജ് ഫീൽ വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ശരിക്കും ഇതിന്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നല്ല ലെങ്തി സ്ക്രൂ. ഇതാണ് സ്റ്റോക്ക് നമ്മളുടെ വ്യത്യാസം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത് വേണ്ടി വരുന്ന. ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. സ്റ്റോക്ക് സ്ക്രൂ തന്നെ ഒന്ന് ഇട്ടട്ടെ. കണ്ടാ വണ്ടിയുടെ സ്റ്റാൻസ് തന്നെ അങ്ങ് മാറി, സാധനം ടയർ അങ്ങ് മാറി കഴിഞ്ഞപ്പോഴേ അന്യായ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ പ്രശ്നം വെച്ചാൽ ഇപ്പോൾ വീലാർച്ച് നമുക്ക് ഇത് മാറ്റണം, ഇവിടത്തെ ഇത് കുറച്ച് കട്ട് ചെയ്യേണ്ടി വരും. എന്നാൽ ഈ വണ്ടി ഇത് ഇനി ഓഫ് റോഡൊക്കെ പോകുമ്പോൾ നമുക്കിത് ആർട്ടിക്കുലേഷൻ കിട്ടുള്ളൂ. ആർട്ടിക്കുലേഷൻ മാത്രമല്ല, ഇതുണ്ടോ വണ്ടി ടേൺ ചെയ്യുമ്പം ടച്ച് ആവുന്നുണ്ട്. അത് പ്രശ്നമില്ല, നമുക്കത് ട്രിം ചെയ്ത് വിടാം. കാരണം വണ്ടിയുടെ പെർഫോമൻസ് ആണല്ലോ മുഖ്യം. അപ്പൊ നമുക്കൊന്ന് സ്ക്രൂ ടൈറ്റ് ചെയ്ത് നോക്കാം. ഒന്ന് മാറുമിയു. ഈ സ്ക്രൂ മതിയോ ഇല്ലയോ എന്ന്. സ്ക്രൂ മതിയായ പോലെ ഉണ്ട് കേട്ടോ, വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല. ടയർ ലോക്കാണ്. ബാക്ക് സൈഡ് നമുക്ക് ടൈറ്റ് ചെയ്യാം. എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഇതിന്റെ അകത്തുനിന്ന് ആക്സിലിന്റെ അവിടുത്തെ ആ ഒരു ഹെക്സഗൺ ഇതുണ്ടല്ലോ, നമ്മുടെ സ്ക്രൂ ചെയ്യുന്ന ആ ഒരു പോർഷൻ ആക്സിലിന്റെ, അത് പതുക്കെ ഇച്ചിരി ട്രിം ചെയ്തിട്ട് ഈ ടയർ കുറച്ചുകൂടി ഉള്ളിലേക്ക് തള്ളിക്കാന്നേ. പക്ഷെ അങ്ങനെ ചെയ്തു വരുമ്പം ടയർ നമ്മുടെ സസ്പെൻഷന്റെ കോയിൽ സ്പ്രിങ്ങിൽ ടച്ച് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം അത് വേണ്ട, ആ പ്ലാൻ മാറ്റി. അപ്പം വണ്ടി അങ്ങനെ 4 ടയറിൽ നിന്നു. ഇത്രയും സൈസ് വ്യത്യാസമാണ് വന്നു കേട്ടോ വണ്ടിക്ക്. ഇതാണ് ഒറിജിനൽ ടയർ. വണ്ടി നിന്ന് കഴിയുമ്പോൾ വണ്ടിയുടെ അടിയിൽ വെക്കാനുള്ള സൈസേ ഉള്ളൂ ടയറിന്. കണ്ടോ, ഇത്രയും വ്യത്യാസം വന്നു. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഓഫ് റോഡൊക്കെ ഒന്ന് ഓടിച്ചു നോക്കാം, വണ്ടി എങ്ങനെ പെർഫോം ചെയ്യുന്നതൊക്കെ നമുക്ക് അറിയാം. ജസ്റ്റ് ഇപ്പോൾ നമുക്കൊന്ന് ട്രയൽ അടിച്ച് നോക്കാം. ഞാൻ വണ്ടിയുടെ സ്നോർക്കലൊക്കെ ഒന്ന് മാറ്റിയായിരുന്നേ. ഇത് കണ്ടോ, മറ്റേ റൗണ്ട് സ്നോർക്കൽ മാറ്റി നമ്മുടെ പക്ക ഒറിജിനൽ മറ്റേ സ്ക്വയർ ടൈപ്പ് ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പൊളി. ഇല്ല, ഇത് ടയർ മൊത്തം നമുക്ക് ടേണിംഗ് റേഡിയസ് കിട്ടുന്നില്ല. അതിന്റെ കണ്ടോ, ഒരയുന്നുണ്ട്, നല്ല രീതിക്ക് ഒരയുന്നുണ്ട്. ആ സാറുകൾ നമുക്കത് ട്രിം ചെയ്യാം. ജസ്റ്റ് നമുക്ക് വണ്ടി ഒന്ന് ഒരു ഒബ്സ്റ്റക്കിൾ ഈ ടയറിന്റെ വെളിയിൽ കൂടെ തന്നെ കയറ്റി നോക്കാം നമുക്ക്.
നേരത്തെ ഇത്രയുള്ള ഒബ്സ്റ്റക്കിൾ ഒന്നും കയറാൻ ഉള്ള പ്രാപ്തി വണ്ടിക്ക് ഇല്ലായിരുന്നു. ഇപ്പോൾ ഓൾറെഡി നമ്മൾ സസ്പെൻഷൻ പാർട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ടയറും കൂടി മാറിയ സ്ഥിതിക്ക് വണ്ടി സിമ്പിളായി കയറേണ്ടതാണ്. ഓ ഈസി. കാണിച്ചു തരാം. ഇത്രയും വ്യത്യാസം നമ്മുടെ വണ്ടിയിൽ സ്റ്റോക്കുമായിട്ട് ഒക്കെ വന്നിട്ടുണ്ട്. ഒന്ന് സസ്പെൻഷൻ മാറിയത് തന്നെയാണ് മെയിനായിട്ടും. ഇപ്പൊ ടയറും കൂടി മാറിയപ്പോഴത്തേക്ക് അതങ്ങ് സെറ്റായി. കാരണം ഇപ്പൊ 4 വീലും തറയിലാണ് നിൽക്കുന്ന വണ്ടികളെ. ഒറ്റ കുഴപ്പമുള്ളൂ, വണ്ടിയുടെ വീലാർച്ച് നമുക്ക് ട്രിം ചെയ്യണം. ഞാനൊരു ടയറിന് ഇച്ചിരി ഗ്രിപ്പ് കുറവായിരിക്കുന്നതാണ് ഓർത്തായി പുതിയ ടയറിനെ. ഇതിപ്പം പ്രശ്നമില്ല, സാധനം നല്ല ഗ്രിപ്പും കാര്യങ്ങളും. നല്ല സോഫ്റ്റ് ആണ് ടയർ. സ്റ്റോക്കിന് വെച്ച് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആണ്. ജസ്റ്റ് ആ ടയർ ഞെങ്ങുന്ന ഒന്ന് കാണാം നമുക്ക്. എനിക്ക് തോന്നുന്നു ഞെങ്ങുന്നുള്ളത് ഞങ്ങൾ കുറവാണ്. എന്നു വെച്ചാൽ സസ്പെൻഷൻ അത്രയും പ്ലേ ഉള്ളതുകൊണ്ടാണ്, ആർട്ടിക്കുലേഷൻ ഈസി ആയി കിട്ടുന്നതുകൊണ്ടാണ് അതങ്ങനെ അങ്ങനെ സിമ്പിളായിട്ട് ടയറിന്റെ മേളിൽ ആ പ്രഷർ വരുന്നില്ല സത്യം പറഞ്ഞാല്. അപ്പോ അതാണ് അതിന്റെ വിഷയം. അപ്പൊ ഓക്കെ, നമുക്കപ്പം ഇനി വീലാർച്ച് ട്രിം ചെയ്യാനുണ്ട്. വണ്ടി വേണമെങ്കിൽ ഒരു പൊടിക്കും കൂടി ഞാൻ ലിഫ്റ്റ് ചെയ്യും ഫ്രണ്ട്. ബാക്കി പിന്നെ ഓക്കെ ആണെന്ന് തോന്നുന്നു. അപ്പം ഇനി അത് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളെ ഞാൻ അടുത്ത ഇതായിട്ടിടാം. ഓക്കെ, അപ്പോൾ ബൈ ഗൈസ്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉപകാരമായിരിക്കും. അടുത്തത് ഇങ്ങോട്ടുള്ള ഓഫ് റോഡ് വീഡിയോയും വേറൊരു വണ്ടി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.